സിസേറിയൻ കഴിഞ്ഞവർക്ക് പിന്നീടുള്ള പ്രസവം നോർമലായിട്ട് സാധിക്കുമോ? സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് എല്ലാവർക്കും അത് സാധ്യമല്ല. ചില കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തെ ഗ്യാപ്പെങ്കിലും വേണം. ഒരു ഡെലിവറി അടുത്ത് പ്രഗ്നൻസി ആകുമ്പോഴേക്കും 3 വർഷത്തെ ഗ്യാപ്പ് വേണം. പിന്നെ അത് കൂടാതെ ഈ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോർമൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റത്തില്ല. പിന്നീട് വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ചെയ്ത സിസേറിയൻ്റെ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഇതിൽ വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് പനിയുണ്ടോ, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ട് ആ ആദ്യത്തെ സ്റ്റിച്ച് വീക്കാണെങ്കിൽ, അതായത് അതിന് ബലക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് രണ്ടാമത് നോർമൽ ഡെലിവറിക്ക് നമ്മൾ നോക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ സിസേറിയൻ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നീട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്വിൻ പ്രഗ്നൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്, അതായത് 3.5 കിലോയ്ക്ക് മുകളിലുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞാലും 1.5 കിലോയുടെ താഴെയാണെങ്കിലും നമുക്ക് സിസേറിയൻ മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം നോർമൽ ഡെലിവറിക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റിച്ച് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കാറുള്ളൂ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരികയാണ്, പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോകണമെങ്കിൽ ഉടൻ തന്നെ സിസേറിയൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 24 അവർ അനസ്തെറ്റിസ്റ്റും തിയേറ്റർ സെറ്റപ്പുള്ള ഒരു സെൻറ്ററിൽ മാത്രമേ നമുക്ക് ഈ ഡെലിവറിക്ക് വെക്കാൻ പറ്റുകയുള്ളൂ.